വണക്കം. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ആക്രമണം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ഇത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിച്ചു കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ ബാധിച്ചു തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഖത്തറിൽ ഇറാൻ നടത്തിയ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. ഖത്തറിൽ ഇറാനിൽ നടത്തിയ അതിഭീകരമായിട്ടുള്ള ആക്രമണം കാരണം ഗ്യാസ് പ്രതിസന്ധി ഇപ്പോൾ ലോകമെമ്പാടും ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഇന്ത്യയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപ്പാദക രാജ്യമായിട്ടുള്ള ഖത്തർ ഇന്ത്യയിലേക്കുള്ള ദ്രവീകൃത പ്രകൃതിവാതകം അതായത് LNG കയറ്റുമതിയിൽ 40% വരെ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലെ US സൈനിക താവളങ്ങൾക്കും ഗ്യാസ് പ്ലാന്റുകൾക്കും നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഖത്തറിന് ഈ തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തറിൻ്റെ പ്ലാന്റ് അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഖത്തറിൻ്റെ 2 പ്രധാന ഊർജ്ജ നിലയങ്ങളായിട്ടുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, മിസൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച ഇറാൻ 1 ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആക്രമണങ്ങൾ വളരെ ശക്തമായതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ ഖത്തറിന് അവരുടെ ഗ്യാസ് പ്ലാന്റുകളിലെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റ് ആകപ്പാടെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിൽ ഇറാൻ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, സംഭവം അടിച്ച് സംഭവം കയ്യിലിരിക്കുന്ന മിസൈലൊക്കെ തീരാറായി എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാമതൊരു ഭരണാധികാരി ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ഖമേനിയുടെ മകനായിട്ടുള്ള പുതിയൊരു ഖമേനിയാണ് അവിടെ അധികാരത്തിലേറിയിരിക്കുന്നത്. അവനെയും തട്ടും എന്നാണ് ഇസ്രായേൽ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഒരു മന്ത്രിയാണ് ഇപ്പോൾ ഇവനെയും നമ്മൾ തട്ടിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ശ്രീലങ്കയിൽ ഇറാനിലെ ടാങ്കറിന് നേരെ ആക്രമണമുണ്ടായി. അതും സബ്മറൈൻ ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ 101 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട്. അതായത് ഇറാൻ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയെല്ലാം ഓട്ടിച്ചിട്ട് തുരത്തി ഇറാനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഖത്തറിന് ഗ്യാസ് പ്ലാന്റുകളുടെ ഉൽപ്പാദനം താൽക്കാലികമായി വയ്ക്കേണ്ടി വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്ലാന്റുകൾ അടച്ചു പൂട്ടുന്നത് ആഗോള ഗ്യാസ് വിതരണ ശൃംഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നും നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗത്തിനും ഖത്തറിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യ പ്രതിവർഷം 27 ദശലക്ഷം ടൺ LNG ആണ് ഇറക്കുമതി ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ 40% ഖത്തർ മാത്രമാണ് നൽകുന്നത്. ഈ 40%-ത്തിലാണ് ഇപ്പോൾ ഖത്തർ കുറവ് വരുത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. വൈദ്യുതി ഉൽപ്പാദനം, വളം ഉൽപ്പാദനം, CNG വിതരണം, വീടുകളിലേക്കുള്ള പൈപ്പ് ഗ്യാസ് കണക്ഷൻ എന്നിവയ്ക്കാണ് ഈ വാതകം ഉപയോഗിക്കുന്നത്. വിതരണത്തിലെ കുറവ് മൂലം CNG ചില്ലറ വിൽപ്പനയ്ക്കുള്ള ഫ്ലോ റേറ്റ് നിലനിർത്താൻ ഗ്യാസ് മാർക്കറ്റർമാർ ഇപ്പോൾ വ്യവസായങ്ങൾക്ക് നൽകുന്ന വാതകത്തിലെ അളവ് 10 മുതൽ 40% വരെ കുറച്ചിട്ടുണ്ട് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്കാണ് അടുത്ത പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് സമ്പൂർണ്ണമായും അടച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ ആശങ്കാകുലരാണ്. എന്നിരുന്നാലും 75 ദിവസത്തേക്കുള്ള പെട്രോൾ ഇന്ത്യയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിമാർ പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ 70% എണ്ണ കച്ചവടവും നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ഉറ്റ സുഹൃത്ത് രംഗത്തെത്തിയിട്ട് നിങ്ങൾ ഡോണ്ട് വറി, ഞങ്ങൾ നിങ്ങൾക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ തരുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ റഷ്യയുടെ പടക്കപ്പലുകൾ ഏത് നിമിഷവും ഇന്ത്യയിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം റഷ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അങ്ങ് അറ്റത്തെത്തുന്നതുകൊണ്ട് ട്രംപ് എന്ന് പറയുന്ന വേട്ടാവളിയൻ ബൂമർ അമ്മാവൻ വലിയ രീതിയിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? ട്രംപ് റഷ്യയിൽ നിന്ന് വെണ്ണ മേടിക്കരുത് എന്ന് പറഞ്ഞ്. റഷ്യയിൽ നിന്ന് വെണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ കൊണ്ടുവരുമോ എണ്ണ എന്നാണ് ഇന്ത്യ ട്രംപിനോട് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. ഇപ്പോഴിതാ റഷ്യ എണ്ണ നമുക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റഷ്യയിലെ ലൂക്ക് ഓയിൽ, റോസ് നിഫ്റ്റി എന്ന് പറയുന്ന 2 ഇന്ത്യക്ക് എണ്ണ വിതരണം ചെയ്യുന്ന 2 എണ്ണ കമ്പനികളെയും കൃത്യമായിട്ട് ഇവന്മാർ എന്ത് ചെയ്തു? അടിച്ചെന്ന് പറഞ്ഞാൽ ഉപരോധം ഏർപ്പെടുത്തി തളർത്തിയിട്ടു. എങ്കിലും റഷ്യ തളർന്നില്ല. റഷ്യ ഷാഡോ ഫ്ലീറ്റുകളും ഡാർക്ക് ഫ്ലീറ്റുകളും ഉപയോഗിച്ചാണ്, അതായത് റഷ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഷാഡോ ഫ്ലീറ്റുകൾ ഉള്ളത്. ഈ ഷാഡോ ഫ്ലീറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് റഷ്യ എണ്ണ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള വലിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ ഷാഡോ ഫ്ലീറ്റുകൾ എങ്ങാനും തൊട്ട അമ്മജിയാണ് അമേരിക്കയുടെ അണ്ടം വലിച്ച് കീറുമെന്ന് റഷ്യ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഇവന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ 40% ഇന്ത്യയുടെ വലിയ വ്യാപാരം അതുവഴി കടന്നു പോകുന്നു. 70% ഇന്ത്യയുടെ എണ്ണ വ്യാപാരം അതുവഴി കടന്നു പോകുന്നു. ലോകത്തിൻ്റെ 20% ചരക്ക് വ്യാപാരം അതുവഴി കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈന
തേയും എന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്താൻ ഏറ്റവും അധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്കിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ഷിപ്പിംഗ് ഏതാണ്ട് സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏകദേശം 700-ലധികം ഷിപ്പുകൾ ഇതിൻ്റെ ചുറ്റും കെട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റും വലിയ രീതിയിൽ സീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഇന്ത്യൻ ഷിപ്പുകളും ഉണ്ട് എന്നുള്ള വാർത്തകളും അനൗദ്യോഗികമായിട്ട് പുറത്തു വരുന്നുണ്ട്. ഇതിന് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള സർക്കാർ, ഇത് ലോകമെമ്പാടും ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇറാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിനെ മുഴുവൻ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഇന്ത്യയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ LNG വിതരണത്തിൻ്റെ 54%, അസംസ്കൃത എണ്ണയുടെ 50% കടന്നു പോകുന്ന ഒരു സുപ്രധാന കടൽപാതയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. കയറ്റുമതിയിലെ തടസ്സം, ഇൻഷുറൻസ്, ഗതാഗത ചെലവ് കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. സ്പോട്ട് മാർക്കറ്റിൽ ഗ്യാസിൻ്റെ വില ഇപ്പോൾ 1 ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, അതായത് BTU $25 ഉയർന്നു എന്നുള്ളതാണ്. ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇരട്ടിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഇപ്പോൾ മറ്റ് ഓപ്ഷനുകൾ തേടാൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്പോട്ട് എണ്ണ വാങ്ങിക്കാനുള്ള ഓപ്ഷനുകളാണ് ഇന്ത്യ ഇപ്പോൾ നിലവിൽ തേടാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഇന്ത്യയിൽ ഈ ഗ്യാസ് പ്രതിസന്ധി തുടങ്ങിയിരിക്കുന്നു എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും മറിച്ച് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന 40% LNG കുറച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് ഈ ഖത്തറിലുണ്ടായിരിക്കുന്ന ഗ്യാസ് പ്രതിസന്ധിയെ തുടർന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഒമാൻ അത് ചാടിപ്പിടിച്ച് ഇറാൻ ഇതാ ചർച്ചയ്ക്ക് തയ്യാറാണ്, അമേരിക്ക ചർച്ചയ്ക്ക് സന്നദ്ധനാവണമെന്ന് അമേരിക്കയോട് പറഞ്ഞപ്പോൾ ഈ അടി ഞാൻ തുടങ്ങി വെച്ചപ്പോൾ ഇതിന് തീരാതെ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇങ്ങനെ പറയാനായിട്ട് വേറൊരു കാരണമുണ്ട്. ആ വേട്ടാവളിയനാണെങ്കിൽ 13 വയസ്സായ ഒരു പിഞ്ചു കുട്ടിയെ പീഡിപ്പിച്ച ശേഷം അതിൻ്റെ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അവൻ്റെ താരിഫാണെങ്കിൽ സുപ്രീം കോടതി എടുത്ത് തോട്ടിലിറങ്ങി ഇംപീച്ച്മെൻറ്റിൻ്റെ വക്കീലെത്തി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന് വലിയൊരു തിരിച്ചടി അമേരിക്കയുടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ താരിഫ് അമേരിക്കയുടെ കോടതി കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ താരിഫിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളർ തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത അമേരിക്കയ്ക്കുണ്ട്. അത് തിരിച്ചു കൊടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ആ പ്രവർത്തനം മന്ദഗതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അവിടെയുള്ള കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് നോക്ക്, ഇത് മന്ദഗതിയിലൊന്നും പോയാൽ പറ്റില്ല, ഇത് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും തിരിച്ചു കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ അണ്ട ഞാൻ വലിച്ചു കീറുമെന്ന് കൃത്യമായിട്ട് ട്രംപിനോട് അമേരിക്കയിലെ പല കോടതികളും പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ട്രംപിന് കുളം കലക്കി മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ മുഹമ്മദ് ബിൻ സൽമാൻ ഞങ്ങൾ അടിക്കാനായിട്ട് അവ അമേരിക്കയിൽ പോയി കാലി പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിൽ നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇവനെ ഞങ്ങൾ വെറുതെ വിടില്ല, ഇവനെ 10 അടുക്കളയെ 5 കുളിമുറിയാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അങ്ങനെ ആകെപ്പാടെ ഒരു പ്രിയദർശൻ സിനിമയിലെ ക്ലൈമാക്സിൽ കാണുന്നത് പോലെ പുകയാണ് മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഏത് രീതിയിൽ പ്രതികരിക്കും, അമേരിക്ക ഏത് രീതിയിൽ പ്രതികരിക്കും? ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയാണ്. ലബനനിൽ നിന്ന് ഏത് ഗുളിയം പിടിച്ച് നേരത്താണെന്ന് അറിഞ്ഞുകൂടാ ഹിസ്ബുള്ള 3-4 മിസൈൽ എടുത്ത് ഇസ്രായേലിലോട്ട് അടിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ലബനൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഹെർട്ട് ലാൻഡിൽ ഇസ്രായേൽ സൈന്യം ഇറങ്ങി ലബനനിൽ ഹിസ്ബുള്ളയെ തീർത്ത് മുന്നേറുകയാണെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും GCC രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും എന്ന് പറയുന്നത്. എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പം ശരി.